DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 17 വെള്ളി. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്തെ കൊടുംചൂട് തുടരുകയാണ്. വയനാട്, ഇടുക്കി ഒഴികെ കേരളത്തിലെ 12 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഞായറാഴ്ച വരെ കനത്ത ചൂട് തുടരുമെന്നാണ് മുന്നറിയിപ്പ്. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പവന് 1000 രൂപയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില 1,13,080 രൂപയാണ്. 14,135 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില. അടുത്ത അറിയിപ്പ്, വിധവകളുടെ മക്കൾക്ക് പഠനത്തിന് വേണ്ടിയുള്ള സാമ്പത്തിക സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പടവുകൾ. വിവിധ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നവർക്ക് ട്യൂഷൻ ഫീസ്, ഹോസ്റ്റൽ ഫീസ്, മെസ് ഫീസ് എന്നിവയ്ക്കുള്ള ധനസഹായമാണ് നൽകുന്നത്. വർഷം തോറും പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കാറുണ്ട്. അതിനനുസരിച്ച് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. MBBS, എഞ്ചിനീയറിംഗ്, BDS, BHMS, BAMS എന്നിവയും സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ചിട്ടുള്ള മറ്റ് പ്രൊഫഷണൽ കോഴ്സുകളും പഠിക്കുന്ന വിധവകളുടെ മക്കളുടെ ട്യൂഷൻ ഫീസും, ഹോസ്റ്റലിൽ താമസിക്കുന്നവരാണെങ്കിൽ സ്ഥാപനം നിശ്ചയിച്ചിട്ടുള്ള ഹോസ്റ്റൽ ഫീസും മെസ് ഫീസും പദ്ധതിയിലൂടെ നൽകുന്നതാണ്. സെമസ്റ്റർ ഫീസ് ആണെങ്കിൽ വർഷം 2 തവണയും വാർഷിക ഫീസ് ആണെങ്കിൽ ഒറ്റ തവണയും ധനസഹായം ലഭിക്കുന്നതാണ്. സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ സർക്കാർ മെരിറ്റ് സീറ്റിൽ പ്രൊഫഷണൽ കോഴ്സുകളിൽ പഠിക്കുന്നവർക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ യോഗ്യത. അപേക്ഷകൾ ക്ഷണിക്കുമ്പോൾ www.schemes.wcd.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായാണ് അപേക്ഷകൾ നൽകേണ്ടത്. വാർഷിക വരുമാനം 3 ലക്ഷം രൂപയിൽ താഴെയുള്ള കുടുംബങ്ങളിലെ മെറിറ്റ് അടിസ്ഥാനത്തിൽ സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കാണ് ധനസഹായം. അടുത്ത അറിയിപ്പ്, ആധാർ വിവരങ്ങളെ തെളിവായി സ്വീകരിക്കരുതെന്നറിയിച്ച് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടറുടെ സർക്കുലർ എത്തിയിരിക്കുകയാണ്. ആധാർ നമ്പർ വ്യക്തിയെ തിരിച്ചറിയാനുള്ള രേഖ മാത്രമാണെന്നും ജനനത്തീയതിക്കും സ്ഥിരവിലാസത്തിനും ഇത് ആധാരമാക്കരുതെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ജനന സർട്ടിഫിക്കറ്റാണ് പ്രായത്തിന്റെ കാര്യത്തിൽ ഏറ്റവും ആധികാരിക രേഖ. സ്കൂൾ സർട്ടിഫിക്കറ്റും വിശ്വാസയോഗ്യമാണെന്ന് സുപ്രീംകോടതി അടക്കം വ്യക്തമാക്കിയിട്ടുണ്ട്. ആധാർ ജനനത്തീയതിയുടെ അടക്കം തെളിവല്ലെന്ന് ആധാർ അതോറിറ്റിയും വിവിധ കോടതികളും വ്യക്തമാക്കിയിട്ടുണ്ട്. സേവനങ്ങളും ആനുകൂല്യങ്ങളും മറ്റും അനർഹരിൽ എത്തുന്നില്ല എന്ന് ഉറപ്പാക്കാനുള്ള ബയോമെട്രിക് മാത്രമാണ് ആധാർ. അടുത്ത അറിയിപ്പ്, PM കിസാൻ സമ്മാൻ നിധിയിലൂടെ 22 ഗഡുക്കളിലായി 44,000 രൂപയോളമാണ് കർഷകർക്ക് ഇതുവരെ ലഭിച്ചിരിക്കുന്നത്. അടുത്ത ഗഡുവായ 23ാം ഗഡുവിന്റെ വിതരണ കാലാവധി ഏപ്രിൽ മാസം മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ എന്നീ മാസങ്ങളിൽ ഏത് മാസവും ഈ തുക എത്തിച്ചേരാവുന്നതാണ്. എന്നാൽ ഈ തുക മുടങ്ങാതെ ലഭിക്കുന്നതിന് 3 കാര്യങ്ങൾ പൂർത്തിയായിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഒന്നാമത്തേത് EKYC ആണ്. EKYC പൂർത്തിയാക്കിയിട്ടും ചിലർക്ക് വീണ്ടും ReKYC ചെയ്യണമെന്ന നിർദ്ദേശങ്ങളൊക്കെ എത്തുന്നുണ്ട്. അത്തരക്കാർ ഇത് പൂർത്തിയാക്കണം. എന്നാൽ മാത്രമേ തുക മുടങ്ങാതെ ലഭിക്കൂ. അടുത്തത് ലാൻഡ് സീഡിംഗ് ആണ്. കൃഷിഭൂമിയുടെ രേഖകളെല്ലാം കൃത്യമായിരിക്കണം. എന്നാൽ മാത്രമേ തുക മുടങ്ങാതെ ലഭിക്കൂ. അതോടൊപ്പം ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ്ങും കൃത്യമായിരിക്കണം. അതായത് ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കണം. മുൻപത്തെ ഗഡുക്കൾ മുടങ്ങിയവർ ആധാറിന്റെ വെബ്സൈറ്റിൽ സ്റ്റാറ്റസ് പരിശോധിക്കുക. പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ പുതിയ അക്കൗണ്ട് ആരംഭിക്കുന്നത് ഗുണകരമാകും. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.